ഞാൻ കുറെ ദൂരെ നിന്ന് വരികയാണ്. ഈ കാവുംപുറത്തെ ദാമോദരന്റെ വീട് ഏതാ? ദാമോ? എവിടെ എന്റെ കുട്ടി? ദാമുവിന്റെ മുത്തശ്ശിയ. ആ, ദാമു പറഞ്ഞിട്ടുണ്ട് ഞാൻ ദാമുവിന്റെ കൂട്ടുകാരനാ. ദാമുവിന്റെ ചെങ്ങാതിയാ? എന്റെ മോൻ എന്തേ? അവൻ വന്നില്ലേ? ഇല്ല. എന്താ അവൻ വരാത്ത? മറന്നവൻ എന്നെ, ഞങ്ങളെയൊക്കെ മറന്നവൻ. മുത്തശ്ശി, ഏട്ടന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ബോംബെന്ന്. ഏട്ടൻ പറഞ്ഞിട്ട് വന്നതാ. വനച്ചോട് വേഗം വരാൻ പറഞ്ഞു മുത്തശ്ശി. എന്തിന്? ഞാൻ വന്ന് നിറ പറയാൻ നിലവിളക്കം വെച്ച് എഴുന്നള്ളിക്കണോ? നാടകത്തിന്റെ ഫോട്ടം പിടിച്ചതാ. പാട്ടും സംഗീതവും നാടകവും ഒക്കെ ഉണ്ട് മൂപ്പരുടെ കയ്യില്. ഐറ്റിയിൽ പഠിക്കുമ്പോ എത്രയാ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളേ. നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. ഒരാളെ നിർപ്പിക്കില്ല. അതുകൊണ്ട് ചോദിച്ചവരൊക്കെ 5000-ഉം 10,000-ഉം കൊടുത്തു. ആകെയുള്ള ആ പറമ്പും പണയം വെച്ചു. അങ്ങനെ 1,00,000. 75,000 റുപ്യ വിസയ്ക്ക് തന്നെ കൊടുത്തു. പറഞ്ഞിട്ട് എന്താ കാര്യം? കളിപ്പ് പറ്റിപ്പോയി. പോയ വിമാനത്ത് തന്നെ തിരിച്ചു ബോംബെ തന്നെ കൊണ്ടിറക്കി. കൊല്ലം 4 ആവണു നാട് വിട്ടിട്ട്. അവന്റെ അമ്മ മരിച്ചിട്ട് പോലും വന്നിട്ടില്ല. ബാനുവിന് ഇത്ര ദേഷ്യം അതാ. മരിച്ചതിന്റെ 21-ാം ദിവസം വിവരം അറിയണേ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാലും പോണേന് മുമ്പ് ഒരു എഴുത്ത് എഴുതായിരുന്നു അവന്. പെട്ടെന്നാണ് പോകേണ്ടി വന്നത്, ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത്. അപ്പൊ എന്നെ ഏൽപ്പിച്ചു എല്ലാ കാര്യവും. ഇനിയിപ്പോ പഴയ പോലെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ തിരിച്ചു കയറ്റി വിടോ? ഇല്ല, തിരിച്ചു വരില്ല. അവസാനം എന്റെ കുട്ടി രക്ഷപ്പെട്ടുല്ലോ, അത് മതി എനിക്ക്. ഇത് ആട്ടുംപാൽ ഒഴിച്ചതാ, കുടിക്കൂല്ലോ. ഏറ്റവും ഒടുവിലത്തെയാ. ബാനുവിനോട് പറഞ്ഞോടി. പറഞ്ഞു. ദാ വറുത്തരിയാ, തിന്നൂല്ലോ. രാജി, പേരെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും? എനിക്കറിയാം. ഭാനു, സുമ, എല്ലാരും എനിക്കറിയാം. എന്താ പാകമാവോന്നറിയില്ല, ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിച്ചതാ. വാങ്ങിച്ചോടി, ഏട്ടൻ കൊടുത്തു വിട്ടതല്ലേ. ഏട്ടൻ തന്നെയാണ് തരുന്നെന്ന് വിചാരിച്ചോളൂ. ചേച്ചിമാരവിടെ? സുമേച്ചി, ദേ വിളിക്കണോ. മുത്തശ്ശിക്ക് ഒരു പുതപ്പ്, നല്ല കമ്പിളിയാ. ദാ മുത്തശ്ശന്. മുത്തശ്ശി, മുത്തശ്ശി എന്തിനാ കരയണേ? അതങ്ങനെയാ. അവന്റെ ഒരു എഴുത്ത് വന്നാ കരയും. അവന്റെ പഴയ കുപ്പായം കണ്ടാ കരയും. രണ്ടാളും വലിയ കൂട്ടായിരുന്നേ. മുത്തശ്ശി, ദേ ദാമുവിന് പകരമായിട്ടാ ഞാൻ വന്നിരിക്കണേ. മുത്തശ്ശി ഇതെന്തായി കാട്ടണേ? സുമ അല്ലേ? മറ്റേയാൾ വന്നില്ലേ, ഭാനു? അവള് കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. ഇതാ വരുമ്പോ ഒരെണ്ണം കൊടുത്തേക്കൂ. കുഞ്ഞിന്റെ കാര്യം ഞാൻ ഓർത്തില്ല, എനിക്കറിയില്ലായിരുന്നു. അവക്കൊരു ചതി പറ്റിയതാ. ആളുകളുടെ മനസ്സ് തുറന്ന് നോക്കാൻ പറ്റുമോ? ദാമുവിന്റെ കൂട്ടുകാരൻ ഒരു ചോച്ച. എല്ലാം വിളമ്പിക്കോ, കണ്ണി കണ്ടവരോടൊക്കെ വിളമ്പിക്കോ. മോളെ, ഏട്ടൻ പറഞ്ഞയച്ച ആളാ. ആര് പറഞ്ഞാലും സന്ധ്യ കഴിഞ്ഞു. 7:30 കഴിഞ്ഞാ ടൗണിലേക്ക് ബസ്സില്ല. എങ്ങനെയുണ്ടടി? നല്ല ഭംഗിയുണ്ട്. അസലായിട്ടുണ്ട്. നിനക്കുണ്ടടി ഒരെണ്ണം. ദാ കണ്ടോ? ആഹാ, സന്തോഷം. നാണോ മാനോ ഉണ്ടോടി നിങ്ങക്കൊക്കെ? ഏതോ ഒരുത്ത വന്ന് ഇളിച്ചു കാട്ടി തന്നപ്പോ വാങ്ങിയിരിക്കണ്. ഏട്ടൻ കൊടുത്തു വിട്ടതാ. ആരാ പറഞ്ഞ? എന്താ ഉറപ്പ്? ഏട്ടന്റെ കൂട്ടുകാരനാടി. ഏട്ടന്റെ കൂട്ടുകാരുടെ കയ്യിലിരിപ്പൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് എന്താ ചെളിയാണോ? താങ്ങോട്ടു തടി കരിങ്കാളി. അതുകൊണ്ട് കുറച്ചു ദിവസം എനിക്ക് ഇവിടെ നിൽക്കണമായിരുന്നു.
അതിനെന്താ സന്തോഷല്ലേ? അതെ, ഇതൊന്നും ഇവിടെ വേണ്ട. എന്താ ഈ നിഷേധി കാണിക്കണേ? മോളെ ഇതൊക്കെ ദാമു കൊടുത്തു വിട്ടതാ. ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ കൊടുത്തുവിടാൻ ഇവിടെ എന്താ ഉടുക്കാൻ തുണിയില്ലാണ്ടിരിക്കുകയാണോ? ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ദാമു. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഇവിടെ ഞങ്ങൾ 3 പെൺകുട്ടികളുടെ വീടാ. ഒരു വീട്ടിൽ വരാൻ ചില സമയവും കാലമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോ പോണം ഇവിടുന്ന്. ഛേ, എന്താ ഈ കുട്ടി പറയണേ? നമ്മുടെ വീട്ടിലേക്കായിട്ട് വന്നിട്ട് എന്നാ പിന്നെ അകത്ത് കയറ്റി കിടത്ത്. ഒരു കൂട്ടുകാരൻ ചെയ്ത ഉപകാരം ഇപ്പൊ തൊട്ടിൽ കിടക്കുന്നുണ്ട്. എന്നെ കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയിക്കണ്ട. ഇങ്ങനെ മര്യാദ ഇല്ലാണ്ടായ എന്താ ചെയ്യാ? കുഴപ്പമില്ല, ഞാൻ പോവാണ് മുത്തശ്ശി. ഇതും കൂടി വെച്ചോ. ഇത് മതി അവൾക്ക്. പിന്നെ എനിക്ക് വേണം. ഇത് എന്ത് കിട്ടിയതാ? ഇനിയിപ്പൊ ഈ രാത്രി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, ഞാൻ പോവാണ്. ഇത്ര നികളിപ്പ് പാടില്ല പെൺകുട്ടികൾക്ക്. അവനിതറിഞ്ഞ എന്താ പറയാ? അതെ, ആരാ? ഒരു മനുഷ്യൻ. അത് മനസ്സിലായി. കൊല്ലക്കുടിയിൽ എന്താ കാര്യം ചോദിച്ചത്? അത് ചോദിച്ചില്ലല്ലോ. എന്നാ അങ്ങനെ ചോദിക്കുന്നു? കൊല്ലക്കുടിയിൽ എന്താ കാര്യം എന്നറിയില്ലേ? ഇല്ല. കത്തി കാച്ചിക്കാം, അരിവാള് കാച്ചിക്കാം, കുന്തം, കോടാലി, മഴു ഇതൊക്കെ പണിയാം, കാച്ചിക്കാം. ഓഹോ, കാച്ചിക്കോ കാച്ചിക്കോ. ആയിക്കോട്ടെ. ആ, ഓ, എല്ലാരും യാത്ര അയക്കാൻ നിൽക്കുകയാണ്. പോയിരുന്നു വലുതും പഠിക്കടി. ഭർത്തമാർക്ക് മാത്രമേ സീറ്റുള്ളൂ. നാട്ടുകാരൻ ചിലരൊക്കെ ഇവിടെ ഉണ്ട്. കൈ കായുണ്ട്. കൈ കായുള്ള നാട്ടുകാരൻ ഇങ്ങോട്ട് കേറി വാടാങ്ങട്. കരളേ, കാന്താരി മിളക്. നിനക്കെന്താ? കണ്ട കള്ളുകൂടിയന്മാര് തലയ്ക്ക് വെളിവില്ലാണ്ട് എന്തേലും ഇത് പറയണേ? കേൾപ്പിക്കാനാണല്ലോ ഓരോരുത്തരും. നല്ല കണി. മനുഷ്യനെ പഠിപ്പിച്ചിട്ട് കൊള്ളാം. 2 കമ്പി വീണ് ഒച്ച കേട്ടപ്പോഴേക്കും പേടിച്ചോ? ഇവിടെയെങ്കിലും ഒരു ഒച്ചയും ബഹളം ഇല്ലല്ലോ. ഒച്ചയുടെ അല്ല, കണ്ണു തുറമ്പോ കണ്ടതാരാ? നിന്നെയാ. അപ്പൊ എന്റെ പേടിയുണ്ട്. പിന്നെ പേടിക്കാണ്ട പറ്റോ? പുലിക്കുട്ടിയല്ലേ. ചെറ്റത്തരം കാട്ടുന്നവർക്കൊക്കെ ഇത്തിരി പേടിയുള്ളത് നല്ലതാ എന്റെ തങ്കപ്പനായരെ. ഓ, അപ്പൊ ഞാനൊരു ചെറ്റയെന്നാണോ നീ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേങ്കില് ചില ചെറ്റകളുണ്ട്. ബോംബെ നിന്നങ്ങാണ്ട് ദാമുവിന്റെ കൂട്ടുകാരൻ വന്നെന്ന് പറയണു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂട്ടുകാരന്മാർ വന്ന് പാത്തു പോണുണ്ട് മുതലാളി. കുമാര, നീ ആ കമ്പിയും കൊണ്ട് പോ. ഇതൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ പെണ്ണുങ്ങൾ ഇരുമ്പേ പണിതാ ഏക്കില്ല. ടൗണില് വേലക്കരുവാൻ്റെ കൊടുത്താ ഉളി പോലെ പണിത് തരും. നീ നിന്റെ പണി നോക്കി പോടാ. ശരി ശരി, മുതലാളിയുടെ പണിയിൽ ഞാൻ ഇടപെടുന്നില്ല.
ഇവന്മാരോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ലത്. എന്റെ കാശിതാ, ഞാൻ പോട്ടെ. അത് ശരി, നിക്ക് പെണ്ണെ. അവൻ പറഞ്ഞ കേട്ടിട്ടാ ഈ ഒരു കഴുത തന്നെയാ. ഞാൻ കഴുത തന്നെയാ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഭാരം ചുമക്കണേ. അല്ല, ദാമുവിന്റെ കൂട്ടുകാരൻ വന്നത് എന്തിനാ? ആ, എനിക്കറിയില്ല. ഏട്ടൻ അക്കരയ്ക്ക് പോയി എന്നൊക്കെ പറയണു. നേരാണോന്നറിയില്ല. നോണയൊന്നും ആയിരിക്കില്ല, അല്ലാണ്ട് ഒരാളൊന്ന് പറയോ? ആട്ടെ, കാശെല്ലാം കൊടുത്തിട്ടുണ്ടോ? കുറച്ച് തുണി കൊടുത്തു വിട്ടു, ചാവുമ്പോ പുതിയ. കുമാരേട്ടാ, നിങ്ങളൊന്നും കൂടെ നോക്കിയേ. ജമാലേ, നമ്മുടെ കയ്യിലുള്ളതും പെടയ്ക്കണ നോട്ട് തന്നെയാ. പക്ഷെങ്കിലേ നിങ്ങൾ മുതലാളിയാണ്. അത് ശരിയാ. മുതലാളിമാരുടെ കയ്യിൽ നിന്നും വരുത്തന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടാവോ നിങ്ങളുടെ കയ്യിൽ? എല്ലിന് പലമുള്ള ആണിന്റെ സുഖം ഉണ്ടല്ലോ, അത് അവിടെ കിട്ടില്ല. അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്ത ചെറ്റാള്. എടിയടി, തുപ്പലും ചീറ്റലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും. നിന്റെ അമ്മയോട് പോയി പറയടാ. നിനക്കിന്നത് എന്ത് പറ്റി? ഒന്നാമതേ മരമോന്ത, അത് കേറ്റിയും കൂടെ പിടിച്ചാല്. മുത്തശ്ശി, ഇനി അവളുടെ നല്ലത് കേട്ടാലേ മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ. ഇതെന്ത് കൂട്ടാനാടി ഇത്? ഇത്തിരി മീന ഇറച്ചിയെ തിന്നിട്ടുള്ള കാലം മറന്നു. ഹായ്, ഇറച്ചി തിന്നാൻ പറ്റിയ ഒരാള് ചോറ് തിന്നണ ഐസ് ഫ്രൂട്ട് തിന്നണ പോലെയാ. പിന്നെ എനിക്ക് തിന്നാൻ കുഴപ്പമൊന്നുമില്ല. എന്റെ കഴുത്ത് നീ കഴിച്ചു വിടില്ലടി നിന്നെ. ആരാ? എന്താടി ഒച്ചയാക്കൊന്നില്ലാത്ത? അതാ തമിഴനാ, എന്തേലും പറഞ്ഞു പൊയ്ക്കോട്ടെ. അകത്തെ ആരാണ് കേട്ടേക്കണേ? മോളെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനി ഇവനൊക്കെ ഈ വീടിന്റെ ഉള്ളിൽ കയറും. നിന്നെ പട്ട പകൽ ഞാൻ കൊണ്ടുപോവും ആളുകളുടെ മുന്നിൽ കൂടെ. എന്നിട്ട് എന്റെ ചേച്ചി കിട്ടിയതുപോലെ കൊച്ചിനെ ഉണ്ടാക്കി തരും. ചെവിയിൽ നുള്ളിക്കോ പഴച്ച നായന്റെ മക്കളെ. ഒരു മിനിറ്റ്. പെൺകുട്ടികളോട് അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുകയെന്നൊക്കെ പറയണത് ശരിയാണോ കുമാരേട്ടാ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാര്? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ആരും ആയിക്കോട്ടെ, ആണുങ്ങളില്ലാത്തൊരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെ അല്ലേ? അതിനു പകരം അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ കുമാരേട്ടാ? പോലീസ് സേവയ്ക്ക് വന്നവ അത് കഴിഞ്ഞ് പോകാം. നാട്ടാരോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന പോലെ തിരിച്ചു പോകില്ല. കുമാറിന് നിനക്കറിയില്ല? അറിയില്ല. ഞാൻ വന്നിട്ട് 2-3 ദിവസമായുള്ളൂ. ചില രാജകുമാരന്മാരെ വിശ്വാസം കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് പറയുമ്പോ മുട്ടാപ്പൊക്കെ കാട്ടരുത്. കണ്ടോ ആരെയാണ് പേടിപ്പിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇടപെടണ്ട. ഒന്നും ചെയ്യില്ല. കുമാരേട്ടാ, എന്റെ കഴുത്ത് വേദനിക്കുന്നു. കഴുത്ത് വിട. കളിച്ചോ കൊന്തുളയും പന്നി.
കുമാരേട്ടാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, പാവങ്ങളാ, ജീവിച്ചു പോയിക്കോട്ടെ, അവരെ ആരും സഹായിക്കണ്ട, പക്ഷേ ഉപദ്രവിക്കരുത്. അതേ, ദാമുവിന്റെ ചങ്ങാതി ഒരാൾ വന്നു പറഞ്ഞു കിട്ടും. ആള് ഇത്ര ചുമട്ടനാന്ന് കരുതിയില്ല. ഒരു 2 എണ്ണം കൂടി അവിടെ കൊടുക്കായിരുന്നു. അടുത്ത പ്രാവശ്യമായിട്ട്. ചോണക്കുട്ടി. ഹര ഹരോ ഹര ഹര. നമ്മള് അധോലോക നായകനാണോ? അധോലോക നായകന്? ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. ആ, പറയണവര് പറഞ്ഞോട്ടെ. ഉവ്വ. അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്? അതിവിടെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടാ. നമ്മളാരാണാവോ? ഹര ഹരോ ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഞാൻ സ്വാമി വേലായുധ, ദാമോദരന്റെ മാതുല്ലാഹു. ഓ, അത് ശരി. വേലായുധ സ്വാമികൾ. ആമാ. വേലിച്ചാമി എന്ന് വിളിക്കും. ആമാ. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ കാവ്യ കൊടുത്ത് തെണ്ടലാണ് ജോലി. ഹര ഹരോ ഹര ഹര. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ വന്നിട്ട് 3-4 ദിവസമായില്ലേ. അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം? ഞാനും ഇപ്പൊ സ്വാമി വേലായുധയെ പോലെയാണ്. ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും. ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്. നാഗമാണ് നാഗം. പകയുള്ളവനാ, സൂക്ഷിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും 5-8 ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ. അത് കഴിഞ്ഞ അധോലോകത്തേക്ക് തിരിച്ചു പോകും. ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? അതങ്ങനാണ്. അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കാം. എവിടാണ്? നമ്മുടെ ആശ്രമം തന്നെ. ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഹര ഹരോ ഹര ഹര. എന്ത് പറ്റി? മത്സ്യം കടിച്ചോ? ഉവ്വ. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാനു കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ. അവക്കതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലതും അറിയോ? ഓ, ഉടുത്തൊരുങ്ങി പൂവും ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്. വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോത ചമഞ്ഞതിന്റെ സമ്മാനം ദാ ഒക്കെ തിരിക്കുന്നു. എന്നാടി അതിന് കൊടുക്ക്. അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ. നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി? കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ. അവനെ കണ്ടോടി? അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിയെന്ന്. നന്നായിപ്പോയി. തല്ലി കൊല്ലണോ അവനെ? അയ്യടാ എന്താ സന്തോഷം. ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ? ഓ, മുത്തശ്ശനും അതന്നെ പറയണേ. ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താണെന്നറിയോ? അയാൾ ഇവിടെയാ പൊറുതിന്ന്. ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ. പോരെ എന്നിട്ടിപ്പൊ നല്ലതാന്ന്. കൊറേയൊക്കെ നിന്റെ തോന്നലാ. നീ ഓരോന്ന് ആലോചിച്ച് പെരിപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം. എനിക്ക് ഭ്രാന്ത. ഇനിയിപ്പൊ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ. മുത്തശ്ശി, ദേ വേലുമാമന്റെ വീട്ടിലെ. അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ? അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? എന്താ ചോദിക്കാൻ? അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങള് തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവിള പെങ്ങടെ മോള്. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരവിശ്വാസം തീരില്ല. അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കേണ്ട കൈകൊണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു. പാവാണേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും.
ആരെയാ? ദേ ആ തറയിലിരിക്കണോ ചാത്തൻ? അതാണോ ചാത്തൻ? അതെ. വിളിക്കട്ടെ? വേണ്ട വിളിക്കണോ? വേണ്ട വേണ്ട. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പര് വന്നാ പിന്നെ നമുക്ക് എന്ത് ജയിക്കാലോ. മുണ്ടും തുണി കഴുകും, പെരേ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പരെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ. അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ? കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ 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 കാവിയുടുത്തത് എന്നെ. മോനെ അവയാറ് വരണ്ട്. മുത്തശ്ശി പതുക്കെ. ഓ, നീ എവിടെയായിരുന്നു? മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു, എവിടൊക്കെ അന്വേഷിച്ചു? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. എന്നിട്ട് എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു സ്വപ്നത്തിൽ എന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെന്ന്. അവൻ അറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു എന്ന്? സാരമല്ലേ മുത്തശ്ശി. അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇതും നമ്മ വീട് തന്നെ. ഉവ്വ അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീയെ. ഇന്നെ എനിക്കറിയാൻ പാടില്ലേ. എന്റെ വയറ്റിൽ കുരുത്തതാ, ഒരു കഷ്ണം പോകല. ഏഹേ എന്താടി തെക്കേലേക്ക് ഒരു നോട്ടം? ഒന്നുമില്ല. ഇനി ഒരു പേര് ദോഷം കേൾപ്പിച്ച എല്ലാരും ഇത്തിരി വിഷം തന്ന് ഞാനും അങ്ങോട്ട് ചാവുകയുള്ളൂ. എന്താ നോക്കണേ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അയാൾ എന്തിനെവിടെ ചുറ്റിപ്പറ്റണേന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാടി. മുത്തശ്ശിയെ വിളിക്കാൻ രാജ അങ്ങോട്ട് പോയിട്ട് കണ്ടില്ല. അതാ ഞാൻ. ഇവറ്റൊക്കെ ഒന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് മോന്റെ നാട് എവിടെയാ? ബോംബെയില്. അല്ല, ഗുരുവായൂരടുത്താ. ഇപ്പൊ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. 14 വയസ്സില് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടതാ. അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ച. പിന്നെ 4-5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു. എൻ്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വിളമ്പിയിട്ടുണ്ട്. ഉവ്വാ, എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പായസം വിളമ്പിയിട്ടുണ്ട്. പോടാ. പറഞ്ഞതുപോലെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായതല്ലേ. അവ്വയേ. ആ കുടിയില് മക്കളില്ലേ? ഒരു അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അതിന് താഴെ ഉണ്ടോയെന്നറിയില്ല. വീടുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അയ്യോ, അതെന്താ? പറ്റിയില്ല. ഒക്കെ ഒന്ന് വിളക്കി ചേർക്കണം. ഉം. അമ്മയെ പോയി കാണണം, ചെറിയച്ഛനെയും. ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ തിരുത്തണം. എന്നിട്ടൊന്ന് ജീവിക്കണം. ദേ കരിങ്കാളി ഇളകി. അയ്യോ, അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലേ, കൊന്നാളെ തന്നെ. മുത്തശ്ശി പോവാ. ഞാനില്ല ഇപ്പൊ, നീ വെക്ക. ദേ വിളിയേക്ക്. എനിക്ക് വയ്യ വിളിച്ചു പോവാൻ. കാവൽക്കാരൊക്കെ ഇന്ന നാളെ പോവും. പിന്നെ നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലേ ജമാല്? കുമാരേട്ടാ, ദേ അയാള്. എന്തൊക്കെയാ കുമാരേട്ടാ, സുഖമല്ലേ? ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. അങ്ങനെ മറക്കണവനല്ല കുമാരൻ. അതാ നല്ലത്. എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവണതാ നല്ലത്. പേടിച്ചു പോയാ? പൊയ്ക്കോ. ഇവിടെ ആണെങ്കിൽ നടക്കടി. മുത്തശ്ശി നാളെ കാലത്ത് വരാന്ന്. പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോന്നേ? അവിടെ കൂടായിരുന്നല്ലോ. മേലാൽ എന്റെ അനുവാദം ഇല്ലാണ്ടാ പഠിക്കകത്ത് കേറിയ കാലിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും. വീർപ്പിക്കാണ്ട് കേറി പോടി.
അതേ ഉം. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ എവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏട്ടന്റെ കൂട്ടുകാരനാണെങ്കിൽ വന്ന് വിവരം പറഞ്ഞ് പൊക്കൂടെ? പൊയ്ക്കോളാം പെങ്ങളെ. ഒരു 3-4 ദിവസം എനിക്കിത്തിരി ജോലിയുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട് നോക്കി പൊയ്ക്കോളാം. വേറെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും എനിക്കില്ല. ഞാനൊരു ഉപദ്രവ